എൻ്റെ പേര് ഫാദർ ഡയസ് ആനിക്കുടിയിൽ സലേഷ്യൻ സഭാംഗാണ്. ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുഷ്പഗിരി ഇടവകയിൽ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ഈ ഇടവകയിൽ ഇടവക ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയായിരുന്നു. ആദ്യം തന്നെ ഈ ഇടവകയുടെ എല്ലാ കുടുംബങ്ങൾക്കും ഇടവകയുടെ പേരിൽ, എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും നല്ല ഒരു നവീകരണത്തിൻ്റെ ധ്യാനം, നവീകരണത്തിൻ്റെ ഒരു വർഷം അവർക്ക് ഞാൻ നേരുകയാണ്. നമ്മുടെ രൂപത റൂബി ജൂബിലി ആഘോഷിക്കുമ്പോൾ രൂപതയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്കും നമ്മുടെ കുടുംബങ്ങളെയും കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും നമ്മളെ ഓരോരുത്തരെയും നമുക്ക് നവീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെയൊക്കെ വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ തലമുറയ്ക്ക് പ്രാർത്ഥനയുടെയും ചൈതന്യത്തിൻ്റെയും അതുപോലെ തന്നെ സഭയുടെയൊക്കെ എല്ലാ തരത്തിലുള്ള ആ ഒരു വളർച്ച, ആ ഒരു ആത്മീയമായിട്ടുള്ള ജീവിതം അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നും കൂടി പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് വിൻസെൻഷൻ അച്ഛന്മാർ നമ്മളെ പ്രത്യേകമായിട്ട് ആ ഒരു അനുഭൂതിയിലൂടെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അനുഭൂതി നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു നൽകുകയാണ്. നമ്മുടെയൊക്കെ മനസ്സ് തുറന്നുള്ള ആ ഒരു സമീപനം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഇവിടെ നാം ഓരോരുത്തരും മനസ്സ് വെച്ചെങ്കിൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും അത് അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വിൻസെൻഷൻ അച്ഛന്മാരെ, വൈദികരെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി വന്ന് അവരെല്ലാം നമ്മെ വളരെ അത്രത്തോളം ഹാർഡ് വർക്കും ചെയ്തുകൊണ്ട് നമ്മോടൊപ്പം നിന്നുകൊണ്ട് നമ്മുടെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട്, വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവർ ഇവയെല്ലാം നടത്തുകയാണ്. നമുക്കറിയാം, ഈ ഇടവകയിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ രൂപതയിലെ പല ഇടവകളിലും ഇതേ ധ്യാനം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്ന് പ്രത്യേകമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകമായിട്ട് അവരെ അഭിനന്ദിക്കുന്നു, ആശംസകൾ പ്രത്യേകം നേർന്നുകൊള്ളുന്നു. എസെക്കിയേൽ പ്രവചനം 37-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ഇവിടെ നോക്കി, എസെക്കിയേൽ 37:1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദർശനം ദൈവം പ്രവാചകന് നൽകുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ ഇതാ ദൈവം കാണിച്ചു കൊടുക്കുന്ന ഒരു ദർശനം ഇതാണ്. അസ്ഥികളുടെ താഴ്വര. അസ്ഥികളുടെ താഴ്വരയാ, ഒന്നുമില്ല, മുഴുവൻ അസ്ഥികളാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നു, ഈ അസ്ഥികൾക്ക് ജീവൻ ഉണ്ടാകുമോ? ഇതാ പ്രവാചകൻ കാണുന്നു, ഈ അസ്ഥികൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. ഈ അസ്ഥികൾ ഇങ്ങനെ ഒരു മനുഷ്യരൂപം പ്രാപിക്കുന്നു, ശരീരം കവർ ചെയ്യപ്പെടുന്നു, പൊതിയപ്പെടുന്നു. ഇതാ ജീവശ്വാസം അതിലേക്ക് ഊതപ്പെടുന്നു. 4 ദിക്കുകളിൽ നിന്ന് ജീവശ്വാസം അതിലേക്ക് നിറയപ്പെടുമ്പോൾ പ്രവാചകന് ലഭിക്കുന്ന ദർശനം ഇതാണ്. അസ്ഥികളുടെ താഴ്വരയിൽ കിടന്നിരുന്ന ഈ അസ്ഥികളെല്ലാം ഒരു മഹാസൈന്യം പോലെ, ശക്തിയുള്ള ഒരു മഹാസൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് പ്രവാചകനോട് തമ്പുരാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദേ, ഈ അസ്ഥികൾ, ഇത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ ജീവിതമാണ്. പ്രത്യാശയും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതമാണ്.
ഈ ജീവിതത്തിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിൽ ഭവന സന്ദർശന വേളയിൽ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാനായിട്ട് അനവധി ആളുകൾ ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ദർശിക്കുവാനായിട്ട് സാധിച്ചത് ചില സങ്കടങ്ങൾ, ചില പ്രയാസങ്ങൾ, ചില പ്രതികൂല സാഹചര്യങ്ങൾ. ദൈവമേ, ഇനി എന്തു ചെയ്യണം? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ആകുലതകളിൽ നിൽക്കുമ്പോൾ, ഞാൻ ചെയ്ത പല കാര്യങ്ങളും പരാജയപ്പെട്ട് ഇനി മുന്നോട്ട് ജീവിതത്തിൽ ഒരു വഴിയില്ല എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തേ. ഭയത്തോടെ, ആകുലതയോടെ, വിറയലോടെ, ഈശോയെ കൊന്ന യഹൂദർ തങ്ങളെയും കൊല്ലുമെന്നുള്ള പേടിയോടെ കതകടച്ചിരുന്ന സ്ലീഹന്മാരുടെ ഇടയിലേക്ക് അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്നു. പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ പറന്നിറങ്ങിയപ്പോൾ, കടന്നു വന്നപ്പോൾ, പ്രിയമുള്ളവരെ, ആരെ ഭയപ്പെട്ടിരുന്നുവോ, ആരുടെ മുൻപിൽ പേടിച്ചുപോയോ, അവരുടെ മുൻപിലേക്ക് ധൈര്യത്തോടെ, ശക്തിയോടെ എന്ത് കാര്യം പറയാൻ പേടിച്ചിരുന്നോ അതേ കാര്യം, ഈശോയുടെ മരണത്തെ, ഉത്ഥാനത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ധൈര്യത്തിലേക്ക്, പുതുജീവിതത്തിലേക്ക് ഇതാ പരിശുദ്ധാത്മാവ് അവരെ നയിക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടുവാൻ നമ്മളെ സഹായിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വലത് കരമുയർത്തി സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേ അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഇതച്ഛൻ വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞതല്ല. ഇതാ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 26, എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഈ ഒരാഴ്ചക്കാലം തമ്പുരാന്റെ സന്നിധിയിൽ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു നമ്മള്. പ്രിയമുള്ളവരെ, മലബാറിന്റെ വിശ്വാസമുള്ള ചൈതന്യം പാരമ്പര്യമൂറുന്ന ഈ മണ്ണിൽ പൂർവികർ നമുക്ക് കാണിച്ചു തന്ന വിശ്വാസത്തിന്റെ നിറവിൽ പ്രതിസന്ധികൾ ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ നോക്കിക്കേ. പ്രതികൂല സാഹചര്യം, കാലാവസ്ഥ പ്രതികൂലമായിട്ടും ശുശ്രൂഷകൾക്കായി ഇതാ ക്രമീകരിക്കപ്പെട്ട സമയങ്ങളിൽ ദൈവജനം കടന്നു വന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുകയായിരുന്നു. പ്രതികൂല സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവിത സഹായകൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തും. നമ്മളെടുത്ത തീരുമാനങ്ങളിൽ നിലനിൽക്കുവാൻ, ജീവിതത്തെ പുതിയ പ്രത്യാശയിലേക്ക് നയിക്കുവാൻ ഇതാ ഈശോ പറഞ്ഞ്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല, പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ പക്കലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. ഇതാ ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമ്മളെ സഹായിക്കുവാൻ ദൈവം നൽകുന്ന ഈ സഹായകന്റെ കരം പിടിച്ച് നമുക്ക് നടക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ ഇരുകരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച്, ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച്, കണ്ണുകളെ ശാന്തമായിട്ടൊന്ന് അടച്ച്, ദൈവമേ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഈ തിരുമണിക്കൂറിൽ ഞങ്ങളെ നയിക്കണമേ. ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മളെ നയിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ സഹായകനെ ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ. ഇതാ ഈ തിരുവൽത്താരയിലേക്ക് ദിവ്യകാരുണ്യ ഈശോയെ നമ്മൾ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ഈശോ ഇതാ ദിവ്യകാരുണ്യ ആരാധനയിൽ എഴുന്നള്ളി വന്ന് നമ്മളെ നയിക്കുവാനായിട്ട് പോകുന്ന സമയം എല്ലാവരും ഹൃദയത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണമേ. ആരാധനയുടെ നിമിഷങ്ങളിൽ
ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധനയോ കാത്തിരിപ്പൂ. ആത്മനാഥനേശുവേ ആരാധന, കരങ്ങൾ വീശി ആരാധന, യേശുവേ ആരാധന. ചേർന്ന് പാടിക്കേ. ആരാധന, ആരാധന, യേശുവേ ആരാധന. ഒരിക്കൽ കൂടി ചേർന്ന് ആരാധന, ആരാധന, യേശുവേ ആരാധന. ആരാധന, ആരാധന, യേശുവേ ആരാധന. എല്ലാവരും കരങ്ങൾ കൂപ്പി തിരുവൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണി ഈശോയെ നോക്കിക്കേ. ഈശോയെ, അങ്ങേ സന്നിധിയിൽ അല്പനേരം ഞങ്ങളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഇടവക കൂട്ടായ്മയിൽ എല്ലാവരും ഒരുമയോടെ പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം ഈശോയെ, ഈ ഒരാഴ്ചക്കാലം ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ കൃപാവരങ്ങളുടെ നിറവിൽ ജീവിക്കുവാൻ ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഈ ആരാധന മണിക്കൂറിൽ ദൈവമേ, ഏകാഗ്രതയോടെ നിന്നെ ആരാധിക്കുവാൻ, ഒരുമയോടെ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഇതാ എല്ലാവരും കരങ്ങൾ കൂപ്പി അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവികാരുണി ഈശോയെ നോക്കിക്കൊണ്ട്, ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ ഈരടികളോട് ചേർന്ന് പാടി ഈശോയെ നമുക്ക് ആരാധിക്കാം. സന്നിധിയൽപനേരം ജീവിപ്പതോ മകമാകമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹം. ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് പാടാം. സന്നിധിയൽപനേരം തമ്പുരാനെ ജീവിപ്പതോ മകമാകമേ. അന്യഗ്രഹത്തിലൊരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹം. കരങ്ങൾ വീശി ആരാധന. ആരാധന, എല്ലാവരും ആരാധന, യേശുവേ ആരാധന. പാടിക്കേ. ആരാധന, ആരാധന, യേശുവേ ആരാധന. ഒരിക്കൽ കൂടി പിതാവിനെ ആരാധിച്ച് താതനെ ആരാധന. ആരാധന, പിതാവേ ആരാധന. ദൈവപിതാവിനെ ആരാധിച്ച് ആരാധന, ആരാധന, പിതാവേ ആരാധന. ആത്മനെ ആരാധന. ആരാധന, ആരാധന, ആത്മനെ ആരാധന. ഒരിക്കൽ കൂടി ആരാധന, ആരാധന, ആത്മനെ ആരാധന. പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ പുതിയൊരു ജനനം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യ ഈശോയെ, ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകും. ഞാൻ പിതാവിന്റെ അടുത്തു നിന്ന് അയക്കുന്ന സഹായകൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ എന്നെ കുറിച്ച് സാക്ഷ്യം നൽകും. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ജ്ഞാനം പകരണമേ. അറിവ് നൽകണമേ. വിവേകം നൽകണമേ. വിശുദ്ധി നൽകണമേ. പുതിയൊരു ജനനം നൽകണമേ. പുത്തൻ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തെ ശക്തിപ്പെടുത്തണമേ. വഴി നടത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രാജാവിരുന്നു എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പാടിക്കേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിന്റെ മീതെ നടന്നു പോയവൻ. പാടിക്കേ. ഈശോയെ നോക്കിക്കൊണ്ട് എന്റെ ഭവനത്തിൽ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയവൻ, കടലിന്റെ മീതെ നടന്നു പോയവൻ. മൃതിയടഞ്ഞ മാനവർക്കു ജീവനേകി, മനമിടിഞ്ഞ് രോഗികൾക്കു സൗഖ്യമേ. കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടിക്കേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടിക്കേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം എല്ലാവരും സ്തുതിച്ചുപാടിക്കട്ടെ.
എൻ്റെ പേര് അമൃത. ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുഷ്പഗിരി ഇടവകാംഗമാണ്. യുവജനങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 5 ദിവസം നീണ്ടുനിന്ന പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങൾക്ക് നടത്തി തന്ന എല്ലാ വൈദികർക്കും ആദ്യമായിട്ട് തന്നെ നന്ദി പറയാണ്. ഈ ധ്യാനത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് കുടുംബ നവീകരണമാണ്. ഈ ധ്യാനം കൂടാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേര് അലൻ. പുഷ്പഗിരി ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ സകല വിദ്യാർത്ഥികൾക്ക് മുഖേനയാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിൽ നടന്നിട്ടുള്ള പോപ്പുലർ മിഷൻ ധ്യാനം വളരെ മനോഹരവും അതുപോലെ തന്നെ ആത്മീകമായിട്ട് വളരെ അടുത്ത് വരുവാൻ സാധിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മരണാനന്തര ചടങ്ങാണ്. കാരണം നമ്മൾ മരണത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും അതുപോലെ തന്നെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും ഇത് നമ്മളെ സഹായിച്ചു. എൻ്റെ പേര് ഏഞ്ചൽ മേരി ഷൈബു. ഞാൻ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പുഷ്പഗിരി ഇടവക അംഗമാണ്. എൻ്റെ വീട്ടിൽ അച്ഛന്, അമ്മ, അനീത്തി. അച്ഛൻ്റെ പേര് ഷൈബു അഗസ്തി, അമ്മേൻ്റെ പേര് ഡെസിമോൾ ഷൈബു, അനീത്തിൻ്റെ പേര് ആൻമേരി ഷൈബു. ഞാൻ 10,440 വചനം എഴുതി. അതിനെനിക്ക് ഫസ്റ്റ് കിട്ടി. ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എൻ്റെ പേര് മേജോ ഉഴുന്നാലിൽ. ഞങ്ങൾ പുഷ്പഗിരി ഇടവകയിലെ മാതൃവേദിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ്. ഞാൻ ഈ ഇടവകയിലെ അംഗവും തോട്ടുമുക്കം ഫൊറോന മാതൃവേദിയുടെ സെക്രട്ടറിയുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ബിസി, ഇത് ദീപ. ഞങ്ങൾ വളരെ സജീവമായിട്ട് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പുഷ്പഗിരി ഇടവകയിൽ മാതൃവേദി അംഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ 6 ദിവസങ്ങൾ പുഷ്പഗിരി ഇടവകയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. വിൻസെൻഷൻ സഭാംഗങ്ങൾ അച്ഛന്മാർ നയിക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ വളരെ സജീവമായിട്ട് ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുകയും ആത്മീയമായി വളരെ ഒരു ഉണർവിലേക്ക് വരികയും ചെയ്തു. ഹൃദയസ്പർശിയായ ക്ലാസ്സുകളും അനുഗ്രഹദായകമായ പ്രാർത്ഥനകളും കൊണ്ട് സമ്പുഷ്ടമായിരുന്നു ഈ ധ്യാനം. എന്നെ ഇതിലേറെ സ്പർശിച്ചത് വിവാഹവ്രത വാഗ്ദാനം ആയിരുന്നു. പഴയ കാലങ്ങളിലെ ഓർമ്മകളിലേക്ക് പോകുവാനും ആ സംഭവങ്ങളൊക്കെ ഓർത്തെടുക്കുവാനും ഹൃദയത്തെ അത് വളരെയധികം എന്നെ സ്പർശിച്ചിട്ടുണ്ട്. ദിവ്യബലിക്ക് ശേഷമുള്ള പ്രാർത്ഥനയിലും എല്ലാവരും ചേർന്ന് കുടുംബം മുഴുവനായിട്ട് അപ്പനും അമ്മയും മക്കളും എല്ലാവരും ചേർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. ഈ ഇടവകയിൽ ധ്യാനം നടത്തിയ എല്ലാ വൈദികർക്കും മാതൃവേദിയുടെ നന്ദി പറയുന്നു.